കൊൾക്കോയി ജബ്ബാറത്ത് അങ്ങോട്ട് വരണ്ടേ? ആ, ഇന്നിപ്പോ വോട്ടാണല്ലോ. അപ്പൊ അവനക്ക് നമ്മളെ വണ്ടി വരും. ഇവിടെ വരട്ടവന്. പൊന്നാര പാത്താത്ത നിങ്ങളത്തെ ഇവിടെ കുന്തം മുണിങ്ങിയമാരി നിക്കണ്ട്. ഇന്ന് വോട്ടല്ലേ? റെഡി ആയിക്കോളി. ഞാൻ എന്റെ വണ്ടിയായിട്ട് വന്നേക്കണോ? അവിടുന്ന് നബീസാത്ത് സുബൈദാത്ത് റസിയാത്തൊക്കെ അവിടെ കേട്ടിട്ടുണ്ട്. ആ, സുബൈദി നബീസൊക്കെ അതിന് ഉസാറാണല്ലോ. എന്നെ കൊണ്ടും പഞ്ചായത്തിൽ നിന്നൊക്കെ ഉപകാരം ഉൾക്കന്നല്ലേ. നാള് കോയിക്കന്നപ്പോ 5 ഉള്ളടത്ത് 3, ബാക്കി 2 ഒടുക്കേ പോയി. കോയിക്കള് പാറിപ്പോയാ. ഹായ് ഹായ്, എത്താണ് നിങ്ങളിത്? പഞ്ചായത്തിൽ നിന്ന് 2 കോഴി കുറഞ്ഞ കുണയിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ കോഴിപ്പിടി നിങ്ങൾക്ക് വാങ്ങിത്തരാം. നിങ്ങൾ മാറ്റിക്കൂടി. അതിന്റെ മുന്നത്തൊരു കുറി നബീസൂന് 6 കോയും ഇച്ച് 3 കോയി. എന്താ കായുള്ളോലെ മാത്രം എടുക്കുള്ളൂ അവിടെ? കായില്ലാത്ത എന്നെ പോലത്തെ ആൾക്കാരൊന്നും അവിടെ പറ്റൂലേ? പഞ്ചായത്ത് മുഴുവൻ ഇങ്ങക്കാണ്. വല്ലാത്തൊരു പുതുമന്നെ. ഹൈ ഹൈ ഹൈ, അന്ന് പാത്താത്ത ആഴ്ചാത്താക്ക് 6 കോഴി കൊടുത്തു എന്നുള്ളത് സത്യാണ്. പക്ഷെ അതിൽ 3 കോഴി നബീസുവിന്റെ കോഴിയാണ്. നബീസൂന് വരാൻ പറ്റൂല, തൊഴിലുറപ്പിന് പോയി വരുമ്പോത്തിന് നേരം വെക്കുമെന്ന് പറഞ്ഞപ്പോ ഈ ആഴ്ചൂന് ഏൽപ്പിച്ചതാണ്. അതെ ജബ്ബാറെ, എന്നെ കൊണ്ടെന്നെ ഈ പുള്ളറിയാൻ പറ്റുള്ളൂ. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ വാട്ടർ മെഷീന് കാണുമ്പോൾ സ്വിച്ചുകൾ ഒരുപാടുണ്ടാകും, വെക്കാൻ കൺപൂസം മാണ്ട. എന്റെ തൊള്ള പൂട്ടുന്ന നല്ലത് എനിക്ക്. പിന്നെ പറഞ്ഞാത്ത ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോയിനങ്ങൾ പിറ്റേ ദിവസം തന്നെ അറുത്ത് കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടും. അത് സത്യം പറഞ്ഞാണി ഉള്ളതല്ലേ? സത്യം പറയും. അതിപ്പോ മരക്കള് പറയാതെ വിരുന്ന് തരും. ആ, വെറുതെ അല്ല. അന്ന് കോഴിക്ക് ഭയങ്കര വിലടാ. നിങ്ങൾ ഞാൻ അറുത്ത് തിന്നോളി, പക്ഷെ അതല്ല നിങ്ങളത് പുറത്ത് പറയില്ല. നിങ്ങളിത് അതെങ്ങനൊക്കെ പറയാതെക്കുവോ? ഈ പെരന്റെ ഔത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് മുഴുവൻ അറിഞ്ഞേക്കും. എന്നാ പഞ്ചായത്തിലുള്ള കാര്യങ്ങൾ ഈ പെരന്റെ ഔത്ത് അറിഞ്ഞേക്കുവോ? അതുമില്ല. അല്ല ജബ്ബാറെ, ഞാൻ ഒരാൾ മാത്രം വോട്ട് ചെയ്തില്ല വെച്ചിട്ടെത്താ കുഴപ്പം? പൊന്നാര പാത്താത്ത, ഈ വോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പൗരന്റെയും അവകാശമാണ് അല്ലേ? ആ, അതങ്ങനെ തന്നെയാണ്. ആ, പിന്നെ നിങ്ങൾക്ക് പോത്തിറച്ചി ഇഷ്ടല്ലേ? ഈ പോത്തിറച്ചി ഇനി തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു നിയമം വന്നീനല്ലോ. അതിന്റെ ജബ്ബാർ അന്ന് ഞാൻ പേടിച്ചുട്ടാ. പിന്നെ നമ്മൾ തിന്നൂലേ? അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണി കുപ്പായിടാനുള്ള അവകാശം, നിങ്ങൾക്കെല്ലാം തുറന്ന് പറയാനുള്ള ഒരു അവകാശം, അതേമാതിരി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാരും ഒത്തിണങ്ങി കാണും നല്ല മട്ടത്തിൽ കജ്ജണ്ടേ? അതുമാണടാ. ആ, അപ്പൊ ഞമ്മള് നല്ല രീതിയിൽ ഒരു വോട്ട് ചെയ്യണ്ടേ? അത് ആർക്കൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ, അതിനാണ് ഈ വോട്ട്. ജബ്ബാറജ് പറഞ്ഞത് ശരിയാടാ. ഞാൻ പോയി മാറ്റിക്കാട്ടെ. എന്നെ പോലത്തെ കുറേ പൊട്ടത്തി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഓൽക്കൊക്കെ ഒരു വിവരം വെക്കേണ്ടത് നല്ലതാണ്. അപ്പം ഞാനും പോവാണ് വോട്ട് ചെയ്യാൻ. നിങ്ങളെല്ലാവരും നല്ലൊരു വോട്ടായി മാറട്ടെ. അപ്പൊ മക്കളെ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇട്ടോളിട്ടാ.